ഓക്കെ. പിന്നെ നമ്മൾ CISSPയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. CISSP സർട്ടിഫൈഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി സിസ്റ്റം സെക്യൂരിറ്റി പ്രൊഫഷണൽ. CISP എന്ന് പറയുന്ന സർട്ടിഫിക്കേഷനെ കുറിച്ച് ബേസിക്കലി നിങ്ങൾക്ക് അറിയാം. വൺ ഓഫ് ദി ഗോൾഡൻ സർട്ടിഫിക്കേഷൻ ഇൻ ദി സെക്യൂരിറ്റി സെഗ്മെന്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു മാനേജറിയൽ ലെവലിൽ റോളിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതല്ല മറിച്ച് സിസോ ലെവൽ, മാനേജറിയൽ ലെവൽ, ഡയറക്ടർ ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ഇങ്ങനത്തെ റോളിലേക്കൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ യു ഗോ ഫോർ CISSP സർട്ടിഫിക്കേഷൻ. സോ എന്താണ് CISSP സർട്ടിഫിക്കേഷൻ, അതിൻ്റെ എത്ര ഡൊമൈൻസ് ഉണ്ട്, എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ്. സോ ഡൊമൈൻ വണ്ണിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്യണത്. ഓക്കെ. നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഒരു ഭാരമുള്ള വസ്തുവാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് എൻ്റെ വെയിറ്റ് മെഷർ ചെയ്യാൻ നമ്മൾ പല യൂണിറ്റ്സ് ഉപയോഗിക്കും. പല കാര്യങ്ങളും മെഷർ ചെയ്യാൻ പല യൂണിറ്റ്സ് ഉപയോഗിക്കും. ഇപ്പം ടൈം മെഷർ ചെയ്യാനായിട്ട് നമ്മൾ സെക്കൻഡ്സ്, മിനിറ്റ്സ്, അവേഴ്സ് ഇങ്ങനെ കാര്യങ്ങൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ മന്ത് ഇറ്റ്സ് എ യൂണിറ്റ്സ് ആണ്. പിന്നെ ലെങ്ത് മെഷർ ചെയ്യാനാണെങ്കിൽ സെൻറ്റിമീറ്റർ, മീറ്റർ ഇങ്ങനെയുള്ള യൂണിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാംസ്, മില്ലിഗ്രാംസ് ഇങ്ങനെയുള്ള യൂണിറ്റ്സുകൾ ഉപയോഗിക്കും. സോ ഇൻ ദ കേസ് ഓഫ് സെക്യൂരിറ്റി, നമുക്ക് ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു, അല്ലെങ്കിൽ സെക്യൂരിറ്റി മെഷർ ചെയ്യണം. അങ്ങനെ മെഷർ ചെയ്യാൻ പ്രത്യേക യൂണിറ്റുകളൊന്നുമില്ല. സോ നമുക്ക് ഗോ ചെയ്യാൻ വേണ്ടി പറ്റും. സെക്യൂരിറ്റി ഗോ ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റുന്നൊരു ഫ്രെയിം വർക്കാണ് കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മൾ CIA ട്രയാഡ്, നമുക്കൊരു എന്താ പറയുക, CIA ട്രയാഡ് എന്നൊക്കെ പറയാം. CIA ട്രയാഡ്, ഇത് ട്രയാങ്കിളിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതിൻ്റെ ബാലൻസ് നമ്മൾ ചെയ്ത് കൊണ്ടുവരണം. അത് മൂന്നും ബാലൻസ്ഡ് ആയിരിക്കണം. ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അതും സെക്യൂരിറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ബേസ്ഡ് ഓൺ ദ കോണ്ടെക്സ്റ്റ്, കോൺഫിഡൻഷ്യാലിറ്റിക്ക് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഇൻറ്റഗ്രിറ്റിക്ക് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്, അവൈലബിലിറ്റിക്കാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഉള്ളത്. സോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വി ആർ വർക്കിംഗ് വിത്ത് IT. നമ്മൾ IT സെഗ്മെന്റിലാണ് വർക്ക് ചെയ്യണത്. ഓക്കെ. ആൻഡ് ഹിയർ നമ്മൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്ന കോൺഫിഡൻഷ്യാലിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻസ് വരുന്നത്, ദെൻ ഇൻറ്റഗ്രിറ്റി, ദെൻ അവൈലബിലിറ്റി. ഓക്കെ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എന്താ പറയുക, ഒരു സെർവർ ഉണ്ട്, ബാങ്കിങ് സെർവറാണ്. ഈ സെർവറിൻ്റെ അകത്ത് നമ്മൾ കുറേ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒരു എക്സ്റ്റേണൽ ഒരാൾ ഈ ബാങ്കിങ് സെർവർ ആക്സസ് ചെയ്തു, അതിൻ്റെ അകത്തിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ഡേറ്റാസ് അയാൾ അത് ലീക്ക് ചെയ്യാണ്, ഫോർ എക്സാമ്പിൾ. അതൊരു ഹ്യൂജ് ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കി തരും. ഇത് ഇൻ ടേംസ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം, അത് മീൻസ് IT സെഗ്മെന്റ് അകത്ത് കോൺഫിഡൻഷ്യാലിറ്റിക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് പോവുക, ഇൻറ്റഗ്രിറ്റിക്കാണ് ഫസ്റ്റ് സെക്കൻഡ് വരിക, പിന്നെ അവൈലബിലിറ്റിക്കാണ് പിന്നെ വരിക. ഇപ്പോൾ നമ്മളൊരു ബാങ്കിങ്ങിന്റെ സെർവറാണ്, ആ ബാങ്കിങ് സെർവർ അരമണിക്കൂർ ഷട്ട് ഡൗൺ ആയതിന്റെ പേരിൽ ഭയങ്കര വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ അതിന്റെ റെക്കോർഡ് ലീക്ക് ആയി കഴിഞ്ഞാൽ ദർ വുഡ് ബി ഹ്യൂജ് ഇമ്പാക്ട്, റൈറ്റ്? എനിവേ, വി നീഡ് 3 തിങ്സ്. ഐ മീൻസ് കോൺഫിഡൻഷ്യാലിറ്റി മാൻഡേറ്ററി ആണ്, ഇന്റഗ്രിറ്റിയും വേണം, അവൈലബിലിറ്റിയും വേണം. പക്ഷെ ഞാനിവിടെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ OT സിസ്റ്റം എടുക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ OT സിസ്റ്റം ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. OT സിസ്റ്റത്തിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി പോകുന്നത് അവൈലബിലിറ്റിക്കാണ്, മനസ്സിലായോ, ദാൻ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. അവൈലബിലിറ്റിക്കാണ് പോകുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കൺസിഡർ ദാറ്റ് ദർ ഇസ് എ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്. അപ്പൊ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അകത്ത് ഒരു സെൻസർ ഉണ്ട്. ഈ സെൻസർ മെയിനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ്, ടെമ്പറേച്ചർ മെഷർ ചെയ്യും. ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ട് ആ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇരിക്കുന്ന ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോസസ്സുകൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ സെൻസർ ചെയ്യാം. ഓക്കെ. അപ്പം ഒരു ഹാക്കർ, ഒരു മലീഷ്യസ് ആയിട്ടുള്ള പേഴ്സൺ വന്നു, അയാൾ ഈ സെൻസർ കോംപ്രമൈസ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ആ പവർ പ്ലാന്റിൻ്റെ അകത്ത് എത്ര ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലും ഈ സെൻസറിന് സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, മറിച്ച് അതിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പൊ ഇങ്ങനൊരു കേസിൽ ഒരു എക്സ്പ്ലോഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്, ഹ്യൂമൻ ലൈഫിന് ത്രെട്ടാണ്, ആ നാട്ടിലെ ആൾക്കാർക്ക് ത്രെട്ടാണ്, സൊസൈറ്റിക്ക് വലിയ ത്രെട്ടാണ്. ഇവിടെ കോൺഫിഡൻഷ്യാലിറ്റി അല്ല ഇമ്പോർട്ടൻറ്റ്, മനുഷ്യന്റെ ലൈഫിനാണ് ഇമ്പോർട്ടൻറ്റ് വരുന്നത്. അപ്പൊ എവിടെ മനുഷ്യന്റെ ലൈഫ്, സെക്യൂരിറ്റിക്കകത്ത് ഹ്യൂമൻ ലൈഫ് ത്രെട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി പോവാം. ഓക്കെ. ഇവിടെ നമ്മൾ അവൈലബിലിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻസ് വരുന്നത് OT സിസ്റ്റത്തിന്റെ അകത്ത്.
IT സിസ്റ്റത്തിന്റെ അകത്ത് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി, ഈ ഓർഡറിൽ പോകും. OT ആണെന്നുണ്ടെങ്കിലോ അവൈലബിലിറ്റി, ദെൻ പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, ഈ രീതിയിലേക്കും പോവാം. ഈ മൂന്നെണ്ണത്തിനും അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ പ്രയോറിറ്റി ദെൻ വി കൺസിഡർ അബൌട്ട് ഹ്യൂമൻ ലൈഫ്. ഫോർ എക്സാമ്പിൾ IT സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഇവിടെ ഡോക്ടറാണ്, ഇവിടെ ഹോസ്പിറ്റലാണ്. ഓക്കെ, ഹോസ്പിറ്റലിനകത്ത് സെർവർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്. ഡോക്ടർ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഡോക്ടർ മെഡിസിൻ മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തിരിക്കുന്ന സ്റ്റോർ ചെയ്യണത്. സോ ഒരു മലീഷ്യസ് ആയിട്ടുള്ള പേഴ്സൺ അയാൾ എന്ത് ചെയ്തു, ഈ സെർവർ അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ സിസ്റ്റം കോംപ്രമൈസ് ചെയ്തു. ഈ കോംപ്രമൈസ് ചെയ്തതിന് ശേഷം ആ മെഡിസിൻ്റെ അതിരിക്കുന്ന റെക്കോർഡിൽ എഡിറ്റ് ചെയ്തു. സോ ഇറ്റ്സ് എ ബ്രീച്ച് ഓഫ് ഇന്റഗ്രിറ്റി. എഡിറ്റ് ചെയ്തു, നേഴ്സ് വരുന്നു, നേഴ്സ് വന്നിട്ട് ഇത് ചെക്ക് ചെയ്യുന്നു, ഓക്കെ, മെഡിസിൻ എടുക്കുന്നു, മെഡിസിൻ ആ പർട്ടിക്കുലർ പേഷ്യനിലേക്ക് കൊടുക്കുന്നു, പേഷ്യൻ മരിച്ചു പോകുന്നു. സോ ഈ ഒരു കോണ്ടെക്സ്റ്റില് ഇവിടെ ഇന്റഗ്രിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, മനസ്സിലായോ? ഹോസ്പിറ്റലിന്റെ കോണ്ടെക്സ്റ്റിൽ ഇപ്പൊ എവിടെയാണ് ഹ്യൂമൻ ലൈഫിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് വരുന്നത്, നമ്മൾ ആ രീതിയിലായിരിക്കും നമ്മൾ ഇതിന്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാം. കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി. അപ്പൊ ഈ 3 പാരാമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഫൈൻ, ദിസ് ഇസ് സിഗ്നിഫിക്കൻസ് ഓഫ് CIA ട്രയാഡ്. Then, what is confidentiality? Now we will discuss about confidentiality.